മോഹൻലാലിന്റെ ആദ്യ സംവിധാന സംരംഭം ബറോസിനെതിരെ പകർപ്പവകാശ ലംഘനം ആരോപിച്ച് ജർമ്മൻ മലയാളിയായ എഴുത്തുകാരൻ ജോർജ് തുണ്ടിപ്പറമ്പിൽ എത്തിയിരിക്കുകയാണ്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ബറോസ് ദി ഗാർഡിയൻ ഓഫ് ദി ഗാമയുടെ നിർമ്മാതാക്കൾക്ക് ജോർജ് വക്കീൽ നോട്ടീസ് അയച്ചു. ബറോസിന്റെ കഥയും 2008 ജോർജ് തുണ്ടിപ്പറമ്പിൽ എഴുതി പുറത്തിറങ്ങിയ മായ എന്ന നോവലും തമ്മിൽ സാമ്യമുണ്ട് എന്നാണ് അവകാശപ്പെടുന്നത്. ബറോസുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ചില വിവാദങ്ങൾ ഉയർന്നിരിക്കുമ്പോഴും ബറോസ് എന്ന ചിത്രത്തിന്റെ ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചു എന്ന വിവരങ്ങളാണ് ആരാധകരെയും പ്രേക്ഷകരെയും ഞെട്ടിച്ചിരിക്കുന്നത്. സംഭവം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ബറോസ് എന്ന ചിത്രം പറഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് മുന്നിലേക്ക് എത്താനുള്ള സാധ്യതയെക്കുറിച്ചാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ചിത്രത്തിന്റെ റിലീസൊക്കെ തടയണം എന്നൊക്കെ പറഞ്ഞാണ് ഇപ്പോൾ പല വാർത്തകളും എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ബറോസിന്റെ ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നത് നമ്മുടെ കേരളത്തിലോ ഇന്ത്യയിലോ ഒന്നുമല്ല, അങ്ങ് ജർമ്മനിയിലാണ്. ബറോസിന്റെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ജർമ്മനിയിൽ ആണെന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ റിപ്പോർട്ടുകളും എത്തി. യൂറോപ്പ് റീജിയനിൽ ഫിലിം എത്തിക്കുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ലോക എന്റർടൈൻമെന്റ്സിന്റെ ഭാഗമായാണ് ബറോസും എത്തുന്നത് എന്നാണ് വിവരങ്ങൾ. ഇവരുടെ ഭാഗമായാണ് ജർമ്മനിയിൽ ബുക്കിംഗ് ആരംഭിച്ചിരിക്കുന്നത് എന്ന വിവരങ്ങൾ ലഭിക്കുന്നതും. ഓൺലൈൻ ബുക്കിംഗ് ചാർട്ട് വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിന്റെ സ്ക്രീൻഷോട്ട് പങ്കുവെച്ചുകൊണ്ടാണ് ചില മൂവി അനലിസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ എത്തിയതും. പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ബറോസ് യാതൊരു പ്രശ്നവുമില്ലാതെ നമുക്ക് മുന്നിലേക്ക് എത്തും എന്ന് തന്നെയാണ് കരുതേണ്ടതും. എന്നാലും ഈ പ്രശ്നങ്ങളെക്കുറിച്ച് പ്രതികരിച്ചുകൊണ്ട് മോഹൻലാലോ അണിയറ പ്രവർത്തകരോ എത്തിയിട്ടില്ല എന്നതും കാണാം. സിനിമയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് TK രാജീവ്കുമാറാണ്. ഓണം റിലീസായ ചിത്രം എത്തുമെന്നുള്ള റിപ്പോർട്ടുകൾക്കിടെയാണ് പുതിയ പ്രതിസന്ധി ബറോസിനെതിരെ വന്നിരിക്കുന്നത്. സിനിമ റിലീസ് ചെയ്യുന്നതിൽ നിന്നും വിട്ടുനിൽക്കാൻ ജിജോ പുന്നൂസ്, മോഹൻലാൽ, TK രാജീവ്കുമാർ എന്നിവരോട് എഴുത്തുകാരൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മോഹൻലാൽ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന് ലീഡ് റോൾ അഭിനയിക്കുന്നത് മോഹൻലാൽ തന്നെയാണ്. ജോർജിന്റെ മായ എന്ന പുസ്തകം 2008 ഏപ്രിലിൽ കൊച്ചിയിൽ വെച്ച് എഴുത്തുകാരനും കോൺഗ്രസ് നേതാവ് ശശി തരൂർ MPയുമാണ് പ്രകാശനം ചെയ്തത്. കാപ്പിരി മുത്തപ്പൻ എന്ന മിത്തിനെക്കുറിച്ച് ഫോർട്ട് കൊച്ചിയിൽ പ്രചാരത്തിലുള്ള മിത്താണ് ഈ പുസ്തകത്തിന്റെ പ്രമേയം. വാസ്കോഡ ഗാമ നിധി സംരക്ഷിക്കാൻ ഏൽപ്പിച്ച ഒരു ആഫ്രിക്കൻ അടിമയുടെ ആത്മാവാണ് കാപ്പിരി മുത്തപ്പൻ എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. വാസ്കോഡ ഗാമയുടെ പിൻഗാമി പോർച്ചുഗലിൽ നിന്ന് വരുന്നതുവരെ നിധികൾ സംരക്ഷിക്കാൻ അടിമയെ ചുമതലപ്പെടുത്തിയിരുന്നു. ഇതാണ് കഥയുടെ പശ്ചാത്തലം. കാപ്പിരി മുത്തപ്പന്റെ പുരാണകഥ പ്രചാരത്തിൽ ഉള്ളതാണെന്നും പകർപ്പവകാശമില്ലെന്നും ജോർജ് തന്റെ വക്കീൽ നോട്ടീസിൽ പറയുന്നുണ്ട്. എന്നാൽ ജോർജ് ഈ പുരാണ ആശയത്തെ ഒരു കഥാസന്ദർഭമാക്കുകയും അത് ആവിഷ്കരിക്കുകയും ചെയ്തത് 18-കാരിയായ പെൺകുട്ടിയുടെ കാഴ്ചപ്പാടിലൂടെയാണ്. അതാണ് മായ. മായയ്ക്ക് മാത്രമാണ് സാധാരണ ദിവസങ്ങളിൽ കാപ്പിരിയെ കാണാനും സംസാരിക്കാനും സാധിക്കുക. കാപ്പിരി മുത്തപ്പൻ മായയെ താൻ കാത്തു സൂക്ഷിക്കുന്ന നിധിയുടെ അവകാശിയായി പിന്നീട് തിരിച്ചറിയുന്നുണ്ട്. അതാണ് മായ എന്ന നോവലിന്റെ ഇതിവൃത്തം. ഈ സ്റ്റോറി ലൈനിന് പകർപ്പവകാശമുണ്ടെന്നാണ് നോട്ടീസിൽ വിശദീകരിക്കുന്നത്. തന്റെ പുസ്തകം പുറത്തിറങ്ങിയ വർഷങ്ങൾക്ക് ശേഷം പ്രഖ്യാപിച്ച ബറോസിന്റെ പ്രമേയം തന്റെ നോവലിനോട് വളരെ സാമ്യമുള്ളതാണെന്ന് ജോർജ് വാദിക്കുന്നു. വിപണിയിൽ ഒരിക്കലും തനിക്ക് സമാനമായ കഥാസന്ദർഭമുള്ള മറ്റൊരു പുസ്തകം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മായ എന്ന തന്റെ പുസ്തകത്തിന് സമാനമായ നിരവധി കഥാസന്ദർഭങ്ങൾ ബറോസിനെ കുറിച്ച് ഇതുവരെ പുറത്തുവന്ന വിവരങ്ങളിൽ കണ്ടെത്താനായെന്നും ജോർജ് അവകാശപ്പെടുന്നു. 2016 മായ എന്ന പുസ്തകത്തിന്റെ ഒരു കോപ്പി തന്റെ സുഹൃത്ത് രാജീവിന് കൊടുത്തിരുന്നു എന്നും ജോർജ് അവകാശപ്പെടുന്നു. ജിജോ പുന്നൂസുമായി ചേർന്ന് നോവൽ സിനിമയാക്കുമെന്ന് സുഹൃത്തിനോട് പറഞ്ഞിരുന്നുവെന്നും ജോർജ് പറയുന്നു. 2017 ഒരു ആഫ്രോ ഇന്ത്യൻ പോർച്ചുഗീസ് മിത്തിനെക്കുറിച്ച് ജിജോ പുന്നൂസ് എഴുതിയ ഒരു പുസ്തകത്തെ അടിസ്ഥാനമാക്കിയാണ് ബറോസിന്റെ തിരക്കഥയെന്നായിരുന്നു ആദ്യം പുറത്തുവന്ന വാർത്തകൾ. എന്നാൽ പിന്നീട് ഇത് തന്റെ തിരക്കഥയല്ലെന്നും സംവിധായകൻ TK രാജീവ്കുമാറിന്റെ സഹായത്തോടെ മോഹൻലാൽ തന്റെ തിരക്കഥയിൽ നിന്നും മാറ്റിയെഴുതിയതാണെന്നും ജിജോ പുന്നൂസ് പറഞ്ഞിരുന്നു. അങ്ങനെ വലിയ വിവാദങ്ങളാണ് ഇപ്പോൾ ബറോസുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. എന്നാലും ചിത്രത്തിന്റെ ടിക്കറ്റ് ബുക്കിംഗ് ഒക്കെ ആരംഭിച്ചു എന്ന വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. ഒരിടത്ത് ഇങ്ങനെ ചില വിവാദങ്ങൾ ഉണ്ടാവുമ്പോൾ മറ്റൊരിടത്ത് മറ്റൊരു ചില വിവാദങ്ങൾ ഉണ്ടായതിന് മറുപടി ലഭിച്ചിരിക്കുന്നു എന്ന കാര്യങ്ങൾ കൂടി എത്തുകയാണ്. ചെകുത്താൻ എന്ന ഫേസ്ബുക്ക് പേജ് കൈകാര്യം ചെയ്യുന്ന തിരുവല്ല സ്വദേശിക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു എന്നത് തന്നെ. ചെകുത്താൻ എന്ന FB പേജിലൂടെ വയനാട്ടിൽ ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട നടൻ മോഹൻലാലിനെതിരെ പേജിൽ നടത്തിയ അധിക്ഷേപ പരാമർശങ്ങളെ തുടർന്നാണ് കേസ് എടുത്തത്. അജു അലക്സ് എന്നാണ് ഇയാളുടെ യഥാർത്ഥ പേര്. കേസെടുത്തതിന് പിന്നാലെ അജു ഒളിവിൽ പോയി. ഇയാൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി തിരുവല്ല SHO BK സുനിൽ കൃഷ്ണൻ പറഞ്ഞു. ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി വഹിക്കുന്ന മോഹൻലാൽ പട്ടാള യൂണിഫോമിൽ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ സ്ഥലം സന്ദർശിച്ചതിന് എതിരെയാണ് അജു അലക്സ് ചെകുത്താൻ യൂട്യൂബ് ചാനലിലൂടെ അപകീർത്തിപ്പെടുത്തി പരാമർശം നടത്തിയത്. മോഹൻലാലിന്റെ ആരാധകരിൽ വിദ്വേഷം ഉളവാക്കുന്ന രീതിയിലാണ് അജു അലക്സിന്റെ പരാമർശം എന്നും തിരുവല്ല പോലീസ് രജിസ്റ്റർ ചെയ്ത FIRൽ പറയുന്നു. ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പുകൾ പ്രകാരം അജു അലക്സിനെതിരെ കേസുമെടുത്തു. താരസംഘടനയായ അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖിന്റെ പരാതിയിലാണ് കേസെടുത്തത്.